ഇവിടെയൊക്കെ ഒരുപാട് പശുക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവരിങ്ങനെ ചൂട് കൊള്ളാൻ വേണ്ടി ഇരിക്കണേണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ പുല്ലൊക്കെ നല്ലോണം ഉണങ്ങിയിരിക്കണേ കേട്ടോ. ഈ കാണുന്നതൊക്കെ നെൽകൃഷിയായിരുന്നു. ഇവരിവിടുന്ന് വിളവൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയേക്കണം. ഓറഞ്ചിൻ്റെ കൃഷിയാണ്. നമ്മൾ പറിക്കണമെന്നില്ല, കാരണം ആരുടെ പെർമിഷൻ ഇല്ലല്ലോ. അതില്ലേ ഇതൊക്കെ ഫുള്ള് ഓറഞ്ചാണ് കേട്ടോ. അതും ഓറഞ്ച് തന്നെയാണ് തോന്നുന്നു. ഇല കണ്ടട്ടെ. നമ്മൾ പറിക്കണില്ല, എനിക്ക് വിശപ്പുണ്ട്, ഞാൻ പറിക്കണില്ല. കാരണം നമ്മൾ ആരും ഇല്ല ഇവിടെ. ആരും ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ കയറി പറിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കക്കണതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചിട്ടേ പറിക്കണേ, ഇപ്പോൾ ചോദിച്ചിട്ടേ പറിക്കുള്ളൂ. നമ്മൾ പോണിക്കൂടെ ഒരു കടയിൽ വെള്ളം ഫില്ല് വേണ്ടി കയറിയേക്കണം കേട്ടോ. ചെറിയ കടയാണ്. ഇവിടെ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. ഗ്രാമത്തിൽ കൂടുതലും കൃഷിയാണ് കേട്ടോ ഉള്ളത്. ഓറഞ്ചാണ് കേട്ടോ മെയിനായിട്ട്. നമ്മൾ വന്യക്കൊക്കെ കൂടുതലും ഓറഞ്ചുകൾ ഒരുപാട് കണ്ടട്ടാ. കിവിയുടെ സീസണൊക്കെ ഏകദേശം കഴിഞ്ഞ് കിടക്കണേണ്. കണ്ടില്ലേ, അവിടെയൊക്കെ ഫുള്ള് ഓറഞ്ചാണ് കേട്ടോ കാണാക്ക. നമ്മുടെ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ സൈക്കിൾ ഓട്ടി പോണേണ്ട ചെറിയൊരു വഴിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വേസ്റ്റൊക്കെ ഇട്ടതിന് 5000 രൂപ ഫൈൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും വെള്ളത്തിലൊക്കെ വേസ്റ്റ് ഇട്ടതിന് 5000 രൂപ ഫൈൻ അടക്കേണ്ടി വരും. ബ്രിഡ്ജൊക്കെ കാണാൻ വല്ലാത്ത ഭംഗിയാണ് ഇവൻ്റെ. കാരണം കൂടുതലും ഈ ഒരു ടിബറ്റൻ ഫ്ലാഗുകളുടെ ഭംഗികളാണ് പ്രധാനമായിട്ടുള്ളത്. അതുപോലെ അവിടെ കുറേ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നോക്കി ഇവിടേക്ക് ഇങ്ങനെ ചോളമൊക്കെ ഇങ്ങനെ ഉണക്കാനിട്ടേക്കണം. നോക്കി അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. ഇവിടെയുള്ള വീടുകളൊക്കെ അടിപൊളിയാണ്. നമ്മൾ നേപ്പാളിലൊക്കെ വന്നപ്പോൾ കണ്ട പഴയ വീടുകൾ പോലെ ഉണ്ട് കേട്ടോ.